ഞാൻ എൻ്റെ എമിറേറ്റ്സ് ഐ ഡി വെച്ചിട്ട് ഞാൻ ഒരാൾക്ക് ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ വേറെ ഒരാളുടെ അക്കൗണ്ടിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുവാണ്. ഈ ഡെപ്പോസിറ്റിൻ്റെ ഭാഗമായിട്ട് അതൊരു ഇല്ലീഗൽ ട്രാൻസാക്ഷൻ ആണെന്ന് ഞാൻ അറിഞ്ഞത് പിന്നീടാണ്. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഞാൻ പെടുവാണെന്നുണ്ടെങ്കിൽ എനിക്ക് എന്താണ് ചെയ്യാനാവുക? ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ടത്, നാളെ പോലീസോ അല്ലെങ്കിൽ ബന്ധപ്പെട്ടവരോ ചോദിക്കുമ്പോൾ നമുക്ക് ഉത്തരം പറയാൻ വ്യക്തമായിട്ടുള്ള ഉത്തരം നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. അപ്പോൾ മറ്റൊരാൾക്ക് വേണ്ടി നിങ്ങളുടെ റൂമിലുള്ള ഒരു വ്യക്തിയോ അതല്ലെങ്കിൽ നിങ്ങളൊരു ATM സെൻറ്ററിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ അങ്ങനെ ഒരു വ്യക്തി എനിക്ക് എമിറേറ്റ്സ് ഐ ഡി ഇല്ല, അതുകൊണ്ട് എന്നെ ഈ ഡെപ്പോസിറ്റ് ചെയ്യാൻ വേണ്ടി സഹായിക്കണം, അങ്ങനെയൊക്കെ പറഞ്ഞ പ്രൂഫുകളുണ്ടെങ്കിൽ, ആ ട്രാൻസാക്ഷൻ ഒന്ന് മാത്രമാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ ഭാഗം പ്രൂവ് ചെയ്യാനായിട്ട് കഴിയും. അങ്ങനെ ഒരു കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയണം, ഇത്രാം തീയതി ഞാൻ ഇന്ന ATMന് മുൻവശത്ത് എൻ്റെ ഇന്ന ആവശ്യത്തിന് വേണ്ടി നിൽക്കുന്ന സമയം അതാ ഇന്ന പോലെ ഒരാൾ ചോദിച്ചപ്പോൾ ഒരു മാനുഷിക പരിഗണന നൽകി ഞാൻ അയാൾക്ക് എൻ്റെ ATM ഉപയോഗിച്ച് എൻ്റെ എമിറേറ്റ്സ് ഐ ഡി ഉപയോഗിച്ച് ഡെപ്പോസിറ്റ് ചെയ്യാൻ സഹായിച്ചു എന്നല്ലാതെ അയാളുമായിട്ട് ഞാൻ യാതൊരു തരത്തിലുള്ള ബന്ധവുമില്ല എന്ന് നമുക്ക് പറഞ്ഞു നൽകാനും അത് ATMലെ ക്യാമറ പരിശോധിച്ചാലോ ഒക്കെ അതിൻ്റെ വലുപ്പം അനുസരിച്ചിട്ട്, ആ കേസിൻ്റെ വലുപ്പം അനുസരിച്ച് അവർക്കത് സ്ഥിരീകരിക്കാനും കഴിയും. താൽക്കാലികമായിട്ട് അത്തരത്തിൽ ബുദ്ധിമുട്ടുണ്ടാവാനുള്ള സാധ്യതയുണ്ട്. രണ്ടാമത്തെ കാര്യം, നിങ്ങളുടെ ഒരു സുഹൃത്ത് ആവശ്യപ്പെട്ട പ്രകാരമാണ് നിങ്ങൾ ഈ പണം അയച്ചെങ്കിൽ ആ സുഹൃത്ത് നിങ്ങൾക്ക് വാട്സപ്പ് വഴി അറിയിച്ചതായിരിക്കാം, അല്ലെങ്കിൽ ആ സുഹൃത്തിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അതൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വ്യക്തമായിട്ട് ഉത്തരം പറയാനായിട്ട് കഴിയും. സാധാരണ ഒരു ട്രാൻസാക്ഷൻ കൊണ്ട് അത്തരത്തിലൊരു കേസ് ഉണ്ടാവാൻ സാധ്യതയില്ല. എന്നിരുന്നാലും വളരെയധികം ശ്രദ്ധിക്കുക. നമ്മുടെ എമിറേറ്റ്സ് ഐ ഡി കൊടുത്ത് മറ്റൊരു അക്കൗണ്ടിലേക്ക് നമ്മൾ പണം ഇടുമ്പോൾ നമുക്ക് വ്യക്തമായ ബന്ധമില്ലാത്ത ആളുകളിലേക്ക് പണം ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഇപ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്.